കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുമിച്ച് ചേർന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും സോണി സഹോദരനും കുടിയാൻമല എന്ന സ്ഥലത്ത് ഉള്ള ദൈവമക്കളോട് ഒരുമിച്ചാണ് കർത്താവിനെ ആരാധിക്കാൻ സംഗതിയായത്. വളരെ സന്തോഷകരമായ സ്നേഹനിർഭരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളതിനെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന നിലയിൽ മറുപടി പറയുന്ന ഒരാളാണ് ഈ കുരുടനായിരുന്ന ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞു. തൻ്റെ പ്രതിയോഗികളുടെ വായടയ്ക്കുന്ന അതിമനോഹരമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ദൈവം കർത്താവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അത്ഭുതകരമായ രൂപാന്തരം വരുന്നു എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് സമാനമായ ഒരു സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ബർന്നബാസിൻ്റെ സുവിശേഷ ഘോഷണ പര്യടന പരിപാടിയിൽ അവർ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വേദഭാഗത്ത് ഉള്ളത്. അപ്പോസ്തലനായ പൗലോസ് പരസ്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഇത്. ഈ അത്ഭുതം മുൻപ് നമ്മൾ കണ്ട് പരിചയമുള്ള ചില അത്ഭുതങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു അത്ഭുതമാണ്. കർത്താവ് ജന്മന തളർവാദം പിടിച്ച ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന രംഗം മർക്കോസിന് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് ഏതാണ്ട് സമാനമാണ് ഈ സംഭവം എന്ന് പറയാം. അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ ഒരു സംഭവമാണ്. അപ്പോസ്തലനായ പത്രോസിനെ പോലെ തന്നെ ദൈവം നിയോഗിച്ച ദൈവത്തിൻ്റെ അപ്പോസ്തലനായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് തെളിയിക്കാനുള്ള ഒരു ആഗ്രഹവും ലൂക്കോസിനുണ്ട് എന്ന് ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സംഭവം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസും ബർന്നബാസും ലുസ്ട്ര എന്ന് മലയാളത്തിൽ പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വായിക്കുന്നു. ലുസ്ട്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ട് ഇല്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാല് ഊന്നി നിവർന്നു നിൽക്കാം എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോനിയ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞു. ബർന്നബാസിനെ ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ
കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് ഈ യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടഞ്ഞു. അപ്പസ്തലനായ പൗലോസ് ബർന്നബാസും ലുസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അതിന് മുന്നമേ തന്നെ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പസ്തലന്മാർ ധൈര്യത്തോടുകൂടെ സുവിശേഷം പറഞ്ഞ അവസരങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിന്, കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാൻ വരം നൽകി എന്ന് പറയുന്ന പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട്. അവിടെ ലുക്കോബോനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല, കാരണം അത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലുസ്ട്ര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം നടന്നു. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ദൈവങ്ങളാണ് എന്ന് മനുഷ്യർ സംശയിക്കത്തക്ക രീതിയിൽ അത്ര വലിയ ഒരു പ്രതികരണമാണ് ഇത് കണ്ട ആളുകളിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും നടുക്കിയ ഒരു അത്ഭുതമാണ് എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസിൻ്റെ ചെയ്ത ഈ അത്ഭുതം പത്രോസ് ചെയ്ത അത്ഭുതത്തിന് സമാനമായ ഒരു അത്ഭുതമാണ്. പത്രോസും പൗലോസും തമ്മിലുള്ളതായ ഒരു താരതമ്യം പല വേദശാസ്ത്രികളും അപ്പോസ്തല പ്രവൃത്തികളിൽ നടത്തുന്നുണ്ട്. അവിടെ പത്രോസ് ചെയ്ത അത്ഭുതങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള അത്ഭുതങ്ങൾ പൗലോസ് ചെയ്തതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പസ്തലനായ പത്രോസിനെ പോലെ തന്നെ അധികാരമുള്ള ഒരു അപ്പോസ്തലനാണ് പൗലോസ് എന്ന് പറയാനായിട്ട് ലൂക്കോസ് അതിനുള്ള തെളിവുകളാണ് നിരത്തുന്നത് എന്ന് വിചാരിക്കാനുള്ള ന്യായം ഈ വിഷയത്തിൽ ഉണ്ട്. അവിടെ ഈ മനുഷ്യന് ഈ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം. ഈ അത്ഭുതം ഭയങ്കരമായ ഒരു അത്ഭുതമായിരിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ അത് സുവിശേഷവും കർത്താവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനത്തിനുള്ള ഒരു ദൃഷ്ടാന്തം കൂടെയാണ്. അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അത് അത്ഭുതങ്ങൾ മാത്രമല്ല, ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രവും കൂടെയാണ്, ഒരു ഉദാഹരണവും കൂടെയാണ് എന്നതിനെക്കുറിച്ച് പറയാം. ഈ മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ ലുസ്ട്രയിൽ ഇവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ, അവൻ്റെ കാലുകൾക്ക് ബലമില്ല, അവൻ്റെ കാലുകളിൽ കാല് കുത്തി അവൻ ഒരിക്കലും നടന്നിട്ടില്ല. ഇവൻ്റെ ഈ പ്രശ്നം കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയതല്ല. ഇവൻ്റെ പ്രശ്നം ഗർഭം മുതൽ ജന്മനാ കിട്ടിയ ഒരു പ്രശ്നമായത്. മനുഷ്യരുടെ പാപങ്ങളെക്കുറിച്ചും അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രസ്താവനയാണല്ലേ, ഇതിനാണ് ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യം. നമ്മുടെ പ്രശ്നം ഇന്നലെയും ഇന്നും ആരംഭിച്ചതൊന്നുമല്ല, ജനിച്ചപ്പം മുതലുള്ളതായിരിക്കുന്ന പ്രശ്നമാണ് എന്ന് പറയാം. എന്നിട്ട് അവനെക്കുറിച്ച് പറയുന്നത് അവൻ ഇരുന്നിരുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവനയുണ്ട് അല്ലേ. ഇരുന്നിരുന്നു, എന്തിനാ ഇരുന്നത്? നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇരുന്നത് എന്ന് വേഗത്തിൽ അതിനെക്കുറിച്ച് പറയാം. എന്നാൽ ഇരുന്നിരുന്നു എന്ന് പറയുന്ന പ്രസ്താവനയിൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കുക, ഇവനെ ഒരു പിച്ചക്കാരനാക്കി മാറ്റിയ, അവൻ്റെ ജീവിതം ദുരിതപൂർണമാക്കിയ, പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഇല്ലായ്മ ചെയ്ത, അത്ര ദുരിതമായിരിക്കുന്നൊരു പ്രശ്നത്തിലാണ് അവനകപ്പെട്ടിരിക്കുന്നത്. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല. മറ്റ് ജോലികൾ ഇരുന്നോട്ടൊക്കെയുള്ള ജോലി ചെയ്യാമായിരിക്കും, എന്നാൽ അവനിപ്പോൾ ഭിക്ഷാടനമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടിയുള്ള ഏക മുഖാന്തരമായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് അവൻ
ഇരുന്നിരുന്നു എന്ന് പറയുന്ന കാര്യം. എന്നിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ കാലിന് ശക്തിയില്ലാതെ ഒരിക്കലും നടന്നിട്ടില്ല, നടക്കാനുള്ളതായിരിക്കുന്ന ശക്തി അവൻ്റെ കാലുകൾക്കില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ പ്രശ്നം വന്നതുകൊണ്ട് ഒരു പിച്ചക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ അവസരത്തിലാണ് പൗലോസിൻ്റെ പ്രസംഗം അവൻ കേൾക്കുന്നത്. അവിടെ ലുസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിനഗോഗ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൗലോസിൻ്റെ പ്രസംഗം പരസ്യ സ്ഥലത്താണ്. അപ്പോൾ ആ പരസ്യ സ്ഥലത്ത് അതിൻ്റെ ഒരു കോണിൽ ഇരിക്കുന്ന ഒരു പിച്ചക്കാരനാണ് ഈ മനുഷ്യൻ. അദ്ദേഹം ജന്മനാ മുടന്തനായ, നടക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഒരു മനുഷ്യനാണ്. അപ്പം അവനെ കണ്ടിട്ട് അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അപ്പം ഇവര് ലുക്കവോന്യ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഭാഷ എന്ന് നമുക്കറിയാം. എങ്കിലും അവിടെ ആ കാലങ്ങളിൽ ഏതാണ്ട് AD 300 മുതൽ BC 300 മുതൽ ഒരു AD 300-350 കാലം വരെ ലോകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയായി. അതിന് കാരണം അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും കീഴടക്കി. അദ്ദേഹത്തിന് ലോകം കീഴടക്കുക എന്നുള്ള താല്പര്യം മാത്രമായിരുന്നില്ല, ഗ്രീക്ക് ഭാഷ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതായിരിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് BC 325 ആ കാലം മുതൽ ഏതാണ്ട് AD 400 വർഷം വരെയും ലോകത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അപ്പം ആളുകൾക്കൊക്കെ പൊതുവെ ഈ ഭാഷ അറിയാം. ഇപ്പോൾ നമ്മുടെ നേപ്പാളിൽ നിന്ന് വന്നായിരിക്കും സഹോദരൻ അറിയാമല്ലോ, അദ്ദേഹത്തിന് 4-5 ഭാഷ അറിയാം. ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല, ആളുകളുമായി പരിചയിക്കുകയും ആളുകളുമായി സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഭാഷ പഠിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അവർ ഭാഷ പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അവരുടെ സ്വദേശികമായിരിക്കുന്ന ഒരു ഭാഷയുണ്ട്, അതിനുശേഷം ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയുണ്ട്. കർത്താവ് തന്നെ ആരാമ്യ ഭാഷ ആണ് തൻ്റെ ഒരുപക്ഷെ സ്വകാര്യമായ സ്വദേശീയമായിരിക്കുന്ന ഭാഷ. എന്നാൽ അദ്ദേഹം കർത്താവിന് ഗ്രീക്ക് ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. എബ്രായ ഭാഷയും കർത്താവിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അറിവുള്ളയാളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഈ 3 ഭാഷ പഠിച്ചിട്ടുണ്ട്. ഗ്രീക്ക് കർത്താവിന് അറിയാമായിരുന്നു, എബ്രായ ഭാഷ തനിക്കറിയാമായിരുന്നു, പിന്നെ അതിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് ആരാമ്യ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ അറിയാമായിരുന്നു. അപ്പോൾ ഇവിടെ ലുക്കവോന്യ ഭാഷയാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നതെങ്കിലും ഗ്രീക്ക് ഭാഷ അദ്ദേഹത്തിന് നന്നായി മനസ്സിലാവും. അപ്പം അതുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അതിനെക്കുറിച്ചൊരു എഴുത്തുകാരൻ പറഞ്ഞു, വിദ്യാസമ്പന്നരും പ്രസിദ്ധരുമായിരിക്കുന്ന ആളുകളോട് പൗലോസ് സംസാരിച്ചിട്ടുണ്ട്, പിച്ചക്കാരോടും ദരിദ്രന്മാരോടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സുവിശേഷം എല്ലാവർക്കും ബാധകമായിരിക്കുന്ന സന്ദേശമാണ്. ഈ സന്ദേശത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പിച്ചക്കാരനും പണക്കാരനും പണ്ഡിതനും പാമരനും ഒക്കെ എല്ലാവർക്കും ബാധകമായ സന്ദേശമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടു. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. അതെങ്ങനെയാണ് കണ്ടത്? കാണാൻ പറ്റുമോ? ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണോ? എനിക്കിപ്പോൾ നോക്കുമ്പോൾ വിശ്വാസമുള്ള ചില ആളുകളെ ഞാൻ കാണുന്നു എന്ന് പറയാനൊക്കത്തില്ല. അവിടെ അപ്പസ്തലന്മാർക്കുണ്ടായ ഒരു പ്രത്യേകത കഴിവ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് അപ്പസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ രോഗശാന്തി വരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയും അത് എനിക്ക് നിങ്ങളെ എന്നോട് എതിർക്കാനുള്ള അനുവാദം തന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ രോഗശാന്തി വരമുള്ള ആളുകൾക്ക് ഈ രോഗശാന്തി സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് വിശ്വാസമുണ്ടോ എന്നറിയാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യന് രോഗശാന്തി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നുവോ എന്ന കാര്യവും അറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് രോഗശാന്തി വരട്ടെ എന്ന് പറഞ്ഞാൽ രോഗശാന്തി വരും. കാരണം ഇത് രണ്ടും സംയോജിച്ച് ആണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് രോഗശാന്തിയൊക്കെ പറയുന്ന ആളുകൾ കണ്ണുപൊട്ടന് മാവേലേറ് പോലെയാണ് എറിയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സംഭവിക്കുമെന്ന് പറയും. ഇവനെ സൗഖ്യമാക്കാനാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്കറിയില്ല. അതുപോലെ തന്നെ ഈ മനുഷ്യനത് സ്വീകരിക്കാനായിട്ടുള്ള നിലയിലാണോ എന്നുള്ള കാര്യവും അവർക്കറിയില്ല. അപ്പം അതുകൊണ്ട്
രോഗശാന്തി വരം എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ക്രമീകരണമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് കണ്ടു, ഇദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അതുപോലെ രോഗശാന്തിയെക്കുറിച്ച് പറയാൻ വേറൊരു കാര്യം കൂടെ പറയണം കേട്ടോ. എല്ലായ്പ്പോഴും രോഗശാന്തി ലഭിക്കാനായിട്ട് വിശ്വാസം അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അത് സ്വീകരിക്കുന്ന ആളിൻ്റെ വിശ്വാസം എല്ലായ്പ്പോഴും കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ കർത്താവ് അതിനെ എല്ലായ്പ്പോഴും അനുമോദിച്ചിട്ടുണ്ട്. അപ്പം കർത്താവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ച സ്ത്രീയെക്കുറിച്ച് എന്താ പറഞ്ഞത്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പോക, സന്തോഷത്തോടെ പോക. രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം നിൻ്റെ വിശ്വാസം നിമിത്തം ലഭിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് അർത്ഥമാക്കിയത്. എന്നാൽ ചില അവസരങ്ങളിൽ ആളുകളുടെ വിശ്വാസമൊന്നും കണക്കിലെടുക്കാതെയാണ് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. ലാസറിൻ്റെ കാര്യം അല്ലേ? ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം എന്തായിരുന്നു? ലാസർ നല്ല വിശ്വാസം ഉള്ള ആള് ഇല്ലത്തെ, ചത്തുപോയാളുടെ വിശ്വാസം. അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അല്ല, അദ്ദേഹത്തിന് സഹോദരിമാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, നമ്മുടെ മാർത്ത സഹോദരി എന്താ പറയുന്നത്? കർത്താവേ അങ്ങോട്ട് പോകല്ലേ, മരിച്ചിട്ട് 4 ദിവസമായി, തുറന്നാൽ നാറ്റം വെച്ച് തുടങ്ങി, അങ്ങോട്ട് പോകല്ലേ. പുള്ളിക്ക് വിശ്വാസമൊന്നുമില്ല. അവിടെ എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കാരണം അതിനുള്ള വിശ്വാസമുള്ള ആളുകളുണ്ടായിരുന്നു എന്നുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പൊതുവെ വിശ്വാസം നല്ല ഒരു കാര്യമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിലും അതിനുള്ളൊരു മുഖാന്തരമായിട്ട് ചില അവസരങ്ങളിലൊക്കെ, പല അവസരങ്ങളിലും കർത്താവ് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പം ഇദ്ദേഹത്തെ നോക്കിയപ്പം ഇദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എന്ന് കണ്ടു. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് ഈ അത്ഭുതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിതിന് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പ്രസ്താവന എൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ സുവിശേഷവുമായി സന്ധിക്കുന്ന മനുഷ്യർക്ക് ദൈവം അത്ഭുതകരമായി രൂപാന്തരം വരുത്തുന്നു എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ സുവിശേഷവുമായി സന്ധിക്കുന്ന മനുഷ്യർക്ക് ദൈവം അത്ഭുതകരമായ രൂപാന്തരം വരുത്തുന്നു. ആ മനുഷ്യൻ്റെ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരിക്കൽ പോലും കാല് കുത്തി നടക്കുവാൻ കഴിയാതിരുന്ന ഈ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ കഴിയും വിധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്താൽ ആ മനുഷ്യന് ആരോഗ്യം കിട്ടി എന്നാണ് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അത് ഒരു ആത്മീകമായിരിക്കുന്ന ചിത്രം കൂടെയാണ് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ മനുഷ്യന് അത്ഭുതകരമായിരിക്കുന്ന വ്യതിയാനം ഉണ്ടാകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ശാരീരികമായിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആത്മീകമായ തലത്തിൽ ദൈവം നമ്മളുടെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോടും ചോദിക്കാം, എന്നോടും ചോദിക്കാം, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് വ്യത്യാസം വല്ലതും വന്നോ? ഇതുപോലെ കുതിച്ചാടിയൊന്നുമില്ല എന്നൊക്കെയുള്ള കാര്യം ശരിയാ. എന്നാൽ ഞാൻ പറയാം, കർത്താവുമായി സന്ധിച്ച മനുഷ്യര് അവര് ജീവിതത്തിൽ വ്യതിയാനം വന്നു എന്ന അനുഭവമുള്ള ആളുകളാണ്. അവിടെ വ്യതിയാനത്തിൻ്റെ അളവും അതിൻ്റെ ആഴവും ഒക്കെ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം ശരിയാ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു വ്യത്യാസവും വന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. യേശുക്രിസ്തുവിനെ അടുക്കൽ വന്നിട്ട് ഒരു വ്യത്യാസവും വരാത്ത ആള്, ആ വ്യക്തിയെക്കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? ഹി ഹാസ് ഇൻ കം. ഭൗതികമായിട്ടൊക്കെ ബൈബിളൊക്കെ കട്ടത്തിൽ വെച്ചുകൊണ്ട് നടന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാവും കേട്ടോ. പക്ഷേ ഇവൻ യേശുവിനെ അറിയുന്ന ആളല്ല, സുവിശേഷം വിശ്വസിച്ച ആളല്ല. നാം സുവിശേഷം വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് സന്ധിക്കുമ്പോൾ ജീവിതത്തിന് ദൈവം അത്ഭുതകരമായ വ്യതിയാനം വരുത്തുന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കുതിച്ച് എഴുന്നേറ്റ്. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മലയാള പരിഭാഷയാ, കുതിച്ച് എഴുന്നേറ്റ്. അങ്ങനെ ഒരു കുതിപ്പൊക്കെ ഉണ്ടോ നമുക്ക്? ഉണ്ടോ? സഹോദരന്മാരോട് സഹോദരിമാരോട് ചോദിക്കുക, നിങ്ങൾക്കൊരു കുതിപ്പുള്ള ആൾക്കാരാണോ? യേശുവിനെ കണ്ട ആൾക്കാരാണ്. ചിലപ്പോൾ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ എനിക്കറിയാം ഉറക്കമാണ്. അപ്പം ശാരീരിക ക്ഷീണം കൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെന്നറിയാം. ആത്മീകമായിട്ട് എങ്ങനെയുണ്ട്? ഒരു കുതിപ്പുണ്ടോ?
എൻ്റെ പൊന്നു സഹോദരങ്ങൾ, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട, പാപങ്ങൾക്ക് മോചനം ലഭിച്ച, വിശ്വാസത്താൽ രക്ഷ സ്വീകരിച്ച, നിത്യജീവൻ പ്രാപിച്ച, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആളുകൾക്ക് ജീവിതത്തിനൊരു ചൈതന്യമുണ്ട്, അവർക്കൊരു കുതിപ്പുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായ വ്യത്യാസം ദൈവം വരുത്തുന്നു എന്നതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ അനുഭവമാകണം കേട്ടോ. യേശുവുമായിട്ട് അനുഭവമാകും, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ശ്രമിച്ചു വരുത്തുന്നതല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ്. യേശുക്രിസ്തുവുമായുള്ള ബന്ധം മനുഷ്യരെ വ്യതിയാനപ്പെടുത്തുന്ന ബന്ധമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയാണ് എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന, അമേസിങ് ഗ്രേസ് എന്ന് പറയുന്ന ആ ഗാനം എഴുതിയ ആൾ, അദ്ദേഹം ഒരു അടിമക്കച്ചവടക്കാരനായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അടിമകളെ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് അദ്ദേഹം ഒരു വിശ്വാസിയായിട്ട് തീർന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന, ഞാൻ വ്യത്യാസപ്പെടേണ്ട പോലെ വ്യത്യാസപ്പെട്ടു എന്ന് ഞാൻ പറയുകയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ഹാവ് ബീൻ ചേഞ്ച്ഡ് ആസ് ഐ ഷുഡ്. ഞാൻ വ്യത്യാസപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ വ്യത്യാസപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആയിരുന്നതിൽ നിന്ന് ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തി എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു. ഐ ആം നോട്ട് ദ വേ ഐ യൂസ് ടു ബി. ഞാൻ ആയിരുന്ന നിലയിൽ നിന്ന് ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തി എന്നുള്ളത് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ദൈവം ആഗ്രഹിച്ച പോലൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ കർത്താവുമായി സന്ധിക്കുന്ന ആളുകൾക്ക്, സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവം വ്യത്യാസം വരുത്തുന്നു എന്ന കാര്യമാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും അനുഭവമാണത്. കർത്താവിനെ കണ്ടുമുട്ടതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു, ഞങ്ങളുടെ ചിന്തകൾക്ക് വ്യത്യാസം വന്നു, ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നു, ജീവിതത്തിന് വ്യത്യാസം വന്നു. ഞങ്ങൾ പഴയതുപോലെ ജീവിക്കുന്ന ആളുകളല്ല എന്ന് പൊതുവായി അല്ലെങ്കിൽ അനുഭവമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അത് അല്പം വേദശാസ്ത്രപരമായിട്ടാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമുള്ള വർത്തമാനകാല പ്രസക്തി എന്താണ്? അതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്താണ്? പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലുള്ള ആളുകൾ, പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ആളുകൾ എല്ലാവരും 1-ാം നൂറ്റാണ്ടിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പോലെ തന്നെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം, പ്രവർത്തിക്കുന്നില്ല എന്ന് സുബോധമുള്ള എല്ലാവരും സമ്മതിക്കും. അപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറയുന്ന ആ 1-ാം നൂറ്റാണ്ടിലുള്ളതായിരിക്കുന്ന വിശ്വാസം നമുക്കില്ലാത്തത് കൊണ്ടാണ് അതുപോലെ പ്രവർത്തിക്കാത്തത്. എന്നാൽ ദൈവം അതുപോലെ വിശ്വാസമുണ്ട് എങ്കിൽ പ്രവർത്തിക്കും എന്ന് പറയും. 1980-കളിൽ അല്ല, 80-90 ആ കാലഘട്ടങ്ങളിൽ അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും ഒക്കെ ഒരു വലിയ ആത്മീക ഉണർവ്, കോട്ട് ആൻഡ് കോട്ട് എന്നുള്ള രീതിയിൽ ജോൺ വിംബർ എന്ന് പറയുന്ന ഒരു പ്രസംഗകൻ, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വിനിയഡ് മൂവ്മെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ വിനിയഡ്? ജോൺ വിംബർ. അപ്പോൾ പിന്നെ നമ്മുടെ കാനഡയിലുള്ള ഒരു സ്ഥലത്ത് അവിടെയൊക്കെ വലിയ പരിപാടിയായിരുന്നു. ടൊറാൻഡോ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് കുരയ്ക്കുകയും കാറുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സൈൻ ആൻഡ് വണ്ടേഴ്സ് എന്ന മൂവ്മെൻറ്റിന് അവർ പറഞ്ഞിരുന്ന പേര്, സൈൻ ആൻഡ് വണ്ടേഴ്സ്. അപ്പം ഈ പെന്തക്കോസ്ത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് അതിനെ പറയുന്നത് തേർഡ് വേവ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് 1905 മുതലുള്ളതായിരിക്കുന്ന ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റലിസം. അതിനുശേഷം 1960-കളിൽ ആ പെന്തക്കോസ്ത് ആശയവും അനുഭവവും സമുദായങ്ങളിലേക്ക് കടന്നു. റോമൻ കത്തോലിക്ക അതുപോലെയുള്ള മറ്റ് സമുദായങ്ങളിലേക്ക് വന്നു. അതിനാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന ഒരു പരിപാടിയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായി ഊന്നൽ നൽകിയ ഒരു മൂവ്മെൻ്റാണ് ഈ തേർഡ് വേവ് എന്ന് പറയുന്ന കാര്യം. ഈ തേർഡ് വേവിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഒരുപാട് പണ്ഡിതന്മാർ ഉൾപ്പെട്ട ഒരു പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ വെയിൻ ഗ്രൂഡം എന്നൊക്കെ പറയുന്ന ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു പരിധി വരെ തീർന്ന ആളുകളാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് എന്നാണ് അവർ വാദിച്ചത്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണം പറയാം. നിങ്ങളെല്ലാവരും അതിനോട് യോജിക്കണമെന്നില്ല, ഒരു നിരീക്ഷണം എന്ന് നിങ്ങളതിനെക്കുറിച്ച് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ടല്ലോ,
അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു, അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവിടെ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ദൈവം എല്ലാ കാലത്തും അത്ഭുതം ചെയ്യുന്ന ആളാണ് കേട്ടോ. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കഴിവ് വ്യത്യാസം വരികയോ ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം എല്ലാ കാലത്തും അത്ഭുതം പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കാനായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലിക കാലങ്ങളിൽ കർത്താവും അപ്പസ്തലന്മാരും ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഈ രണ്ട് കാരണങ്ങളാലാണ് ഞാൻ അതിന് ആ പ്രസ്താവന നടത്താനായിട്ടുള്ള കാരണം. 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ബൈബിളിൽ വായിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ലോകത്തിൽ കാണുന്നില്ല. അത്ഭുതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, വിശേഷാൽ നേപ്പാൾ മുതലായ സ്ഥലങ്ങളിലൊക്കെ ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവും അപ്പസ്തലന്മാരും ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന പരിപാടി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പരിപാടി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന കാര്യം, കാറ്റും കടലിനെയും ശാന്തമാക്കുന്ന പരിപാടി, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ പൊതുവെ ലോകത്തിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ആദ്യ നൂറ്റാണ്ടിൽ ദൈവവചനത്തിന് സാക്ഷ്യം നിൽക്കുക, ദൈവവചനത്തെ സ്ഥിരപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവവചനം തന്നെയാണ് എന്ന് ഉറപ്പാക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉദ്ദേശ്യം ആ അത്ഭുതങ്ങൾക്കുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? താൻ ദൈവം മനുഷ്യനായി തീർന്ന മശിഹയാണ് എന്ന് തെളിയിക്കാനായിട്ട്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറയുന്ന പ്രസ്താവന എന്താ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം കാണിച്ചു തന്ന പുരുഷനായി എന്നാ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം കാണിച്ചു തന്ന. അവന് ഒരാളിനെ കാണിച്ചു കൊടുക്കുക, അടയാളമായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ആളിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ബാബു ജോർജ് സഹോദരനെ തിരിച്ചറിയാനുള്ള വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് 2 ചെവിയും 2 കണ്ണുമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതൊരു അടയാളമാണ്. ആണോ? ബാബു ജോൺസനെ എങ്ങനെ അറിയുന്നത് ചോദിച്ചാൽ, 2 കണ്ണുകൊണ്ട് 2 ചെവി കൊണ്ട്. അത് അടയാളമല്ലല്ലോ, അതെല്ലാവർക്കും ഉള്ള കാര്യമല്ലേ. അപ്പോൾ അടയാളം എന്ന് പറഞ്ഞാൽ ഒരാളിത് പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യത്തെയാണ് അടയാളം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിനെ കാണിച്ചു തരാൻ, വേർതിരിച്ചു നിർത്തുവാൻ, കർത്താവ് മെസ്സിഹയാണ് എന്നതിൻ്റെ തെളിവായിട്ട് ദൈവം ചെയ്ത കാര്യമാണ്. അതുപോലെ പ്രവർത്തിക്കാനായിട്ട് മറ്റാർക്കും സാധിക്കുകയില്ല. കർത്താവ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു വാക്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ, അത് അത്ഭുതങ്ങളെക്കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കർത്താവ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയണം. കാരണം കർത്താവ് ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ അപ്പോസ്തലന്മാരാരും ചെയ്തിട്ടില്ല. അത്ഭുതങ്ങളുടെ ആഴവും അതിൻ്റെ സംഖ്യയും നോക്കിയാൽ യേശുക്രിസ്തുവിനെ പോലെ അത്ഭുതം പ്രവർത്തിച്ച ആൾ വേറെയില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് കർത്താവിന് പ്രത്യേകമായ രീതിയിൽ കർത്താവിനെ തിരിച്ചറിയാനായിട്ടാണ് അത്ഭുതങ്ങൾ നടന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. അന്ന് ദൈവവചനം പുതിയ നിയമമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കാലത്ത് ദൈവത്തിൻ്റെ പ്രതിനിധികളായി കർത്താവിൻ്റെ വചനം പറയുവാൻ ദൈവം നിയോഗിച്ച ആളുകളാണ് എന്നവരെ തിരിച്ചറിയാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു അടയാളമായിട്ട്, അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ആ കാലഘട്ടങ്ങളിൽ കർത്താവ് ചെയ്തത്. ഇന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ നിലയിലും ആ അവസ്ഥയിലും ചെയ്യുന്നില്ല, അതുപോലെയും ചെയ്യുന്നില്ല. അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കർത്താവ് എൻ്റെ കാലത്ത് നടന്നതുപോലുള്ള ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ 70 വയസ്സിരിക്കൊണ്ട് ഞാൻ അങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കാഴ്ചയും അനുഭവത്തെയും കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മുടന്തനായിരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ആളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹത്തിന് രോഗം മാറിയ സംഭവം അതും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ അനുഭവത്തിലുണ്ട് എങ്കിൽ സന്തോഷം, അത് എന്നോട് പറയാം. എന്നാൽ ഞാൻ പറയുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലുള്ള ആ നിലയിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്നതാണ്. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞത്, അപ്പം എൻ്റെ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്
ആദ്യകാലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അധികമായി നടക്കുവാനുള്ള കാരണം കർത്താവ് തൻ്റെ പ്രതിനിധികളായിട്ട് അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ മശീഹയായി ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ് എന്ന കാര്യം തെളിയിക്കാനായിട്ട് ദൈവം നൽകിയ പ്രത്യേകമായ അടയാളങ്ങളായതുകൊണ്ടാണ് അത് ചെയ്തത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ആ നിലയിലുള്ള അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുമെന്നൊക്കെയുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിപാടിയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി ചെയ്യാനായിട്ട് ഈ കാലങ്ങളിൽ ദൈവം തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ നിലയിലുള്ള അത്ഭുതങ്ങൾ കാണാത്ത, അല്ലാതെ മനുഷ്യർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയാത്ത നിലയിലുള്ള അവകാശവാദങ്ങളാണ് പലപ്പോഴും. ഇന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയാത്ത അവകാശവാദങ്ങളാണ്. അല്ലെങ്കിൽ ഒരു കഠിനമായ പ്രസ്താവന പറയുകയാണെങ്കിൽ ഒരു നല്ല പങ്ക് തട്ടിപ്പാണ്. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ ഒരു നല്ല പങ്ക് തട്ടിപ്പാണ്. അത് വെറുതെ പറയുന്നത്, ആളുകളെ അങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള ചില പരിപാടികളൊക്കെ അവർ ചെയ്യുന്നതാണ്, അല്ലാതെ യഥാർത്ഥമായി അത്ഭുതങ്ങൾ നടക്കുന്നതല്ല എന്നത് അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ നാളുകളിൽ നടക്കാൻ വയ്യാത്ത ആളുകൾ എഴുന്നേൽപ്പിച്ച് നടത്തിയ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നില്ലോ. പെണ്ണുപിള്ള ഓടുന്നുണ്ടില്ലയോ, അവർക്ക് നേരത്തെ ട്രെയിനിങ് കൊടുത്താ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവരോടിങ്ങനെ കാലും മടക്കി കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു. ഇവർ നേരത്തെ രോഗിയായിരുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ എന്തൊരു ശക്തിയിൽ കുതിച്ചങ്ങെഴുന്നേറ്റു. ശരിയാ, പക്ഷെങ്കിൽ അതൊരു വെറും തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യം ആ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും. അപ്പം അങ്ങനെയുള്ള അവകാശവാദങ്ങൾ തെളിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ അല്പം പരിഹാസ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഞാനങ്ങ് പറയുക, ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങളൊന്നും മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന അത്ഭുതങ്ങളല്ല. എന്താണെന്ന് വെച്ചാൽ വയറ്റിലൊരു മുഴയുണ്ട്, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് മാറിപ്പോകും. എൻ്റെ വയറ്റിലെ മുഴ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അതുപോലെ നിൻ്റെ കഴുത്തിൻ്റെ താഴെയായിട്ടൊരു ചെറിയ വേദനയുണ്ട്, അതിപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങ് തെളിയിക്കാൻ പറ്റുന്നതായിരിക്കുന്ന അവകാശവാദങ്ങളല്ല. പലതും തെളിയിക്കാൻ പറ്റുന്ന അവകാശവാദങ്ങളാണ് എങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവ് എന്തെങ്കിലും അത്ഭുതം ചെയ്താൽ സ്വീകരിക്കാനായിട്ട് എനിക്ക് 100% മനസ്സാകട്ടോ, അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. എന്നാൽ നിങ്ങൾ വെറുതെ തട്ടിപ്പ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചു തരില്ല. എനിക്ക് അത്ഭുതം കിട്ടി. അപ്പം ഞാൻ ചോദിക്കും, എന്താ കിട്ടിയത്, നിങ്ങൾക്ക് അതിനുള്ള തെളിവെന്താണ് എന്ന് ചോദിക്കും. ചിലർക്ക് അത് ചോദിച്ചാൽ അത് അവിശ്വാസമാകട്ടോ, അയ്യോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്തോന്ന്. അത് കൊള്ളാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദ്യം ചെയ്യപ്പെടാൻ അവസരമില്ലാത്ത വിധം ഇങ്ങനെ അന്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണോ? അല്ലെന്നേ. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം. കർത്താവും അപ്പസ്തലന്മാരും ചെയ്ത അത്ഭുതങ്ങളെ ആരും നിഷേധിച്ചിട്ടില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും നടന്നതാണോ, ഇതൊരു തട്ടിപ്പാണോ എന്നാരും ചോദിച്ചില്ല. അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഏതു വ്യക്തിക്കും കാണുവാൻ കഴിയുന്ന, തെളിയിക്കുവാൻ കഴിയുന്ന സംശയാതീതമായ അത്ഭുതങ്ങളായിരുന്നു. അതുകൊണ്ട് ആരും ഈ പരീശന്മാരെന്ന മോശക്കാരാണോ? അയ്യാ, അവർ നല്ല പുള്ളികളാ. പക്ഷേ അവരെന്തുകൊണ്ടാണ് യേശുക്രിസ്തു അത്ഭുതം ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാര്യം എന്താ? അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ലാസർ മരിച്ചവിടെയിരുന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പറയാൻ പറ്റും, ഇതൊരു തട്ടിപ്പാട്ടോ, ലാസർ ശരിക്കും ഉയർത്തെഴുന്നേറ്റില്ല, അത് പറയാൻ പറ്റുമോ? അവരുടെ കണ്ണിൻ്റെ മുൻപിൽ മരിച്ചു കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് അവരോട് സംസാരിക്കുകയാണ്, അവരുടെ മുൻപിൽ നടക്കുകയാണ്. അതിനെ നിഷേധിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അപ്പം അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞു, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ല, യഥാർത്ഥത്തിൽ പിശാചാണ് ചെയ്തത് എന്നൊക്കെ അവർ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ആരും അതിനെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നടക്കുന്നതായിരിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും അതിനകത്തൊരു തട്ടിപ്പുണ്ട്. ബെന്നീഗൻ എന്ന് പറയുന്ന ആളായിരുന്നു കേട്ടോ, ഈ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര അത്ഭുത പ്രവർത്തകനായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പുള്ളി പണി നിർത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകളും
അദ്ദേഹവും ഒരു പരിധിവരെ ഇപ്പം സമ്മതിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതൊരു മാജിക് ഷോ ആയിരുന്നു, അതൊരു വലിയ പ്രകടനമായിരുന്നു, അതിനകത്തൊന്നും അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ സ്റ്റേജ് വർക്കാണ് നടത്തിയത് എന്ന് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകളും പിന്നെ ഇപ്പോഴും അദ്ദേഹവും തന്നെ അത് പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ സ്റ്റേജ് ഷോ ആണ്. അതിനെക്കുറിച്ച് CBS എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി പറഞ്ഞ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പ്രസ്താവനയോടെ ഞാൻ പറയാം. 5 പ്രധാന അത്ഭുതങ്ങൾ, പിന്നെ ക്യാൻസർ രോഗത്തിൻ്റെ സൗഖ്യമാണ് അദ്ദേഹം നൽകിയതായിട്ട് ഇവരുടെ അന്വേഷണത്തിൽ 5 ആളുകൾക്കാണ് ക്യാൻസർ രോഗം സൗഖ്യം കിട്ടിയത്. ഈ 5 പേരെയും അവർ അവരെ പരിശോധിച്ചു. ഈ 5 പേര് മരിച്ചു കേട്ടോ. 6 മാസത്തിനുള്ളിൽ ഈ ആൾക്കാരെല്ലാം മരിച്ചുപോയി. ഇതൊന്നും ഒരു അത്ഭുതവും നടന്നില്ല. അത് വെറുതെ സ്റ്റേജിലുള്ള ഒരു ക്യാൻസർ രോഗം മാറി എന്ന് പറഞ്ഞാൽ പറയാൻ എന്താ ബുദ്ധിമുട്ട്? ആളുകളെ സ്റ്റേജിൽ കൊണ്ടതിന് ശേഷം പറയാൻ നിങ്ങളുടെ ക്യാൻസർ രോഗം മാറി പറയാൻ പറ്റും. പക്ഷേ 6 മാസം കഴിഞ്ഞ് മരിച്ചു പോയെങ്കിൽ ക്യാൻസർ മാറിയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അത്ഭുതത്തിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ, വെറുതെ മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടികൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. അത്ഭുതങ്ങളെന്ന് പറയുന്നത് അത് ആ നിലയിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന പച്ചയായ മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഇദ്ദേഹത്തിന് രോഗശാന്തി ലഭിച്ചു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. അപ്പം അത് ഇന്നത്തെ വർത്തമാനകാല അത്ഭുതങ്ങളുടെ ഒരു പ്രശ്നമാണ് എന്ന് പറയട്ടെ. ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ഉള്ള കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പെട്ടെന്ന് അസാധാരണമായ രീതിയിലുള്ള പ്രാമുഖ്യം ലഭിക്കും എന്നതാണ് അത്ഭുതത്തിൻ്റെ ഒരു അപകടമെന്ന് പറയുന്നതാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പസ്തലന്മാരുടെ കാലത്ത് യഥാർത്ഥത്തിൽ അത് നടന്നതാണ് കേട്ടോ, അത് ശരിക്കും നടന്നതാണ്. എന്നാൽ ഇന്ന് നടക്കുന്നു എന്ന് ഒരു ധാരണ തന്നെ വരുത്തിയാൽ അവർക്ക് അസാമാന്യമായ പ്രാധാന്യം ലഭിക്കുന്നു. രോഗശാന്തിക്കാരായിരിക്കുന്ന ആളുകൾ സാധാരണ ആൾക്കാരാണോ? രോഗശാന്തി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ എൻ്റെ പൊന്നെ അതിന് മുമ്പ് ക്യൂ നിൽക്കുമല്ലയോ. അവർ സാധാരണ മനുഷ്യരല്ല. അപ്പസ്തലനായ പൗലോസും ബർന്നബാസും അവരെ അപ്പസ്തലന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ചില സഹോദരന്മാർ പറയാറുണ്ട്. അതിൻ്റെ ഒന്നും തെളിവ് ഈ വാക്യത്തിൽ ഏതായാലുമില്ല. അവരെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചിരിക്കുന്നു എന്നൊരു കാര്യമല്ലാതെ എന്തുകൊണ്ടാണ് വിളിച്ചത്, അതിനുള്ള തെളിവുകൾ എന്താണ് എന്നൊന്നും ഈ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ ചെയ്ത കാര്യം, പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യന് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കൊടുത്തു. അപ്പോൾ അത് കണ്ട ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ പൗലോസ് അവനെ ഉറ്റുനോക്കി എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുകുത്തി നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കണ്ട ആൾക്കാർ പെട്ടെന്ന് വന്ന അവരുടെ തീരുമാനം എന്തുവാ? ഇവന്മാർ മനുഷ്യന്മാരല്ല, ഇവർ ദൈവങ്ങളാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഈ കണ്ട ആൾക്കാർ വന്നെത്തിയത്. ഇത് അമാനുഷികമായ കാര്യമാണ്, ഇത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ദൈവികമായ, ഇവർ ദൈവങ്ങൾ തന്നെയാണ് എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനോട് ചേർത്ത് പറയാം, അത്ഭുതങ്ങളുടെ ഒരു അപകടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അസാധാരണമായ പ്രാമുഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ പരിപാടികളും അപകടകരമായ പരിപാടിയാണ്. മനുഷ്യർക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകിക്കഴിഞ്ഞാൽ അവർ സാധാരണക്കാരായ ആളുകളൊന്നുമല്ല. അവർ കൈകൊണ്ട് തൊട്ടാൽ ഉടനെ സൗഖ്യം വരും, അവർ വസ്ത്രത്തെ തൊട്ടാൽ ഉടനെ സൗഖ്യം വരും, അവർ കൂടിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപകടകരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസും ബർന്നബാസും പിന്നെ താഴെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് പറഞ്ഞു. അവർ സത്യമായിട്ടും അത്ഭുതം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇന്ന് അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാതെ അതിൻ്റെ പ്രകടനം കാണിക്കുന്ന ആളുകൾ തന്നെ സമൂഹത്തിൽ വലിയ അസാധാരണമായ കഴിവുകളും പ്രത്യേകതകളുമുള്ള ആൾക്കാരാണ്. അവരുടെ അടുക്കൽ ചെന്നാൽ നമുക്ക് ഭയങ്കര അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അപകടകരമായ കാര്യമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചാൽ മനുഷ്യൻ്റെ മീഡിയേഷൻ ആവശ്യമാണോ? ആണോ? അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കണോ? എന്ത് ചെയ്യണം?
ബാബു ജോർജ് സഹോദരൻ്റെ അടുക്കൽ വരണം. എന്നെക്കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അതിലെനിക്ക് പ്രയാസമില്ല, അത്ഭുതത്തിന് വേണ്ടി ആരും എൻ്റെ അടുക്കൽ വരുന്നുമില്ല, അതും എനിക്ക് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ അത്ഭുതങ്ങൾ എവിടെയെങ്കിലും നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ആൾക്കാരങ്ങ് നിൽക്കുമില്ലയോ അത്ഭുതം കിട്ടാൻ വേണ്ടി. എൻ്റെ പേര് സഹോദരങ്ങൾ, അത് അപകടകരമായ കാര്യമാണ് എന്നതാണ് ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മൂന്നാമത് പറഞ്ഞത് അത്ഭുതങ്ങളുടെ അപകടം, അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ള അവകാശവാദത്തിൻ്റെ അപകടം. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അസാധാരണമായ ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മനുഷ്യന് കൊടുക്കുന്നു എന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ അതിനോട് ചേർത്തൊരു പ്രസ്താവന ഞാൻ പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനം മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം, ദൈവത്തിന് മാത്രമുള്ള അധികാരം മനുഷ്യർക്ക് ആർക്കും ഇല്ല, അത് കൊടുക്കരുത്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ പൈശാചികമാണ്. അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഒഴിവാക്കേണ്ടതാണ്. അപ്പസ്തലനായ പത്രോസിനെ ബർന്നബാസിൻ്റെ ഭാഷയിൽ പറയാം, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പേരിൽ പ്രത്യേകമായ ബഹുമാനവും അവകാശവും ഒന്നും അവകാശപ്പെടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പത്രോസും യോഹന്നാനും അപ്പസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടി ഓടിക്കൂടി കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ പ്രസ്താവനയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ എന്താ പറഞ്ഞത്? എന്താ പറയുക? ഞങ്ങളുടെ ഭക്തി കൊണ്ടും ഞങ്ങളുടെ ശക്തി കൊണ്ടും ഇത് ചെയ്തു എന്നുള്ള നിലയിൽ ഞങ്ങളെ നോക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, എനിക്ക് അത്ഭുതം ചെയ്യാനൊരു അങ്ങനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് നിന്നുകൊടുത്തേനി. ആളുകളോട് പറയാം, യൂ എന്തൊരു ഭക്തിയാന്ന് പറയുമ്പോൾ ശരിയാണ്, എന്തോ ഒരു ശക്തിയാന്ന് പറയുമ്പോൾ ഞാൻ പറയും ശരിയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കാനാണ് ഞാനങ്ങ് നിന്ന് തരിക. അയ്യോ, ഭക്തന്മാരുടെ രീതി അതല്ലല്ലോ. ഭക്തന്മാരെന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ ഭക്തി കൊണ്ടും ശക്തി കൊണ്ടും ഇങ്ങനെ ചെയ്തു എന്നുള്ള നിലയിൽ ഞങ്ങളെ നോക്കുന്നത് എന്ത്? കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിന് ഞങ്ങളൊരു മുഖാന്തരമായി എന്ന് ഉള്ളൂ, അതിൻ്റെ ബഹുമാനം ഒന്നും ഞങ്ങൾ എടുക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ 3 കാര്യം പറഞ്ഞില്ലേ. 4-ാമത്തെ കാര്യമായിട്ട്, 2-ാമത്തെ പോയിൻ്റാണ്. അതിന് 4-ാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞു, ഒരു പരിധി വരെ പറഞ്ഞു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുക. ദൈവത്തിന് മാത്രമുള്ള അവകാശവും അധികാരവും നമ്മൾ എടുക്കരുത് കേട്ടോ. ദൈവത്തിന് മാത്രമുള്ള അവകാശവും അധികാരവും ബഹുമാനവും ഒരിക്കലും ഭക്തന്മാരായ ആളുകൾ സ്വീകരിക്കരുത് എന്നതാണ് ഞാൻ 4-ാമത് പറയാൻ പോകുന്നത്. അതാണ് അപ്പസ്തലനായ പൗലോസും ബർന്നബാസും പറഞ്ഞത്. ഞങ്ങൾ ഉടുപ്പോലെ കീറി, എൻ്റെ പൊന്നെ, ഞാൻ ഉടുപ്പൊന്നും കീറിയല്ല, വയ്യ ഇങ്ങനെ ഇവിടെ നിൽക്കും. ഇവർ നിലവിളിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, എന്തോ ഭക്തന്മാരായിരിക്കുന്ന ആളുകളാ, നിങ്ങൾ കൂടിയ ആൾക്കാരാണ്, നിങ്ങൾ മനുഷ്യന്മാരല്ല, എന്തോ ശക്തിയാ എന്നും പറഞ്ഞ് ആൾക്കാർ ആരാധിക്കാൻ വരുക. അവർ കാളയും കഴുതയും ഒക്കെ അവർ വേണേ ഇന്ന് യാഗം കഴിക്കും. നമ്മളൊന്ന് മിണ്ടാ കൊടുത്താൽ പോരായോ? കാര്യങ്ങളൊക്കെ എന്ത് ബഹുമാനമാണ്. ഈ കാളയുടെ പുറത്ത് നമ്മളെങ്ങനെ ഞങ്ങൾ വയ്ക്കും, എന്നിട്ട് മാല ഇടിയിക്കും, എന്നിട്ടിങ്ങനെ കൊണ്ട് നടക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവർ സാധാരണ മനുഷ്യരല്ല, അമാനുഷികമായ ശക്തിയുള്ള ദൈവം തന്നെ മനുഷ്യരായി വന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുടനെ അവർ നിലവിളിച്ച് കേട്ടോ, കരഞ്ഞു. അയ്യോ, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങൾക്ക് ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ബഹുമാനം, ആ നിലയിലുള്ള ആദരവൊന്നും തരരുത്. അത് വിഗ്രഹാരാധനയാണ്. ഞാൻ പറയാം, ഇന്ന് വിഗ്രഹാരാധന അനുവദിക്കുന്ന, വിഗ്രഹാരാധനയെ എതിർക്കുന്ന ആളുകളുണ്ട് കേട്ടോ. കത്തോലിക്കരെ കുറിച്ചുമൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് വിഗ്രഹങ്ങളുണ്ട്, അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണെന്നൊക്കെ പറയും. പെന്തിക്കോസുകാർക്ക് വിഗ്രഹമുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ പെന്തിക്കോസിലെ അത്ഭുത പ്രവർത്തകരോ അവരാരാധന സ്വീകരിക്കുവാൻ ഇങ്ങനെ കുതിച്ചു നിൽക്കുക.
അയ്യോ, അത് വളരെ മോശമായൊരു കാര്യമാണല്ലോ. ദൈവത്തിന് മാത്രമുള്ള ബഹുമാനം, ദൈവം നമ്മളെ എത്ര അധികം ഉപയോഗിച്ചാലും, നമ്മൾ കൂടെ ദൈവം എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും ആ ബഹുമാനം എടുക്കുവാൻ നാം ഒരിക്കലും തീരുമാനിക്കരുത്. എന്നെ പോലെയുള്ള ആളുകൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് അങ്ങനെയൊന്നും പ്രവർത്തിച്ചതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നും പറയാൻ ഇല്ല. അതുകൊണ്ട് താഴ്മയോടിരിക്കാനുള്ളതായിരിക്കുന്ന കാരണമൊക്കെ ഉണ്ട് എന്നുള്ളതായിരിക്കുക. എന്നാൽ ചില സഹോദരന്മാരെ കുറിച്ച് ഞാൻ പറയാം, അവരിലൂടെ ദൈവം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ സാധാരണക്കാരായ ആളുകളല്ല, അവർ അസാധാരണക്കാരായ ആളുകളായിട്ട് മാറി. അങ്ങനെയൊക്കെ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കേട്ടുകൊണ്ട് നിൽക്കുക. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അങ്ങനെ പറയരുത്, ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത് എന്നിവർ പറയുന്നില്ല. അതൊരു പ്രശ്നമല്ലേ? നിങ്ങൾ ആ ബഹുമാനം എനിക്ക് തരരുത്. ദൈവം തൻ്റെ മഹാകരുണയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നെ ഉപയോഗിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഒരു എളിയ കർത്താവിൻ്റെ ദാസനാണ്, നിങ്ങൾ എന്നെ നോക്കല്ലേ, കർത്താവിന് ബഹുമാനം കൊടുക്ക് എന്ന് പറയാനുള്ള വിനയം, അതിനുള്ള ഭക്തി പലപ്പോഴും നമുക്കില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. നമ്മളെ പോക്ക് നോക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇപ്പം അഡ്വക്കേറ്റ് റോയ് സഹോദരനെ കുറിച്ച് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്തോ ഭക്തിയാണെന്ന് പറയുമ്പോൾ റോയ് സഹോദരൻ അങ്ങനെ കൊള്ളാം എന്നുള്ള രീതിയിൽ ഞാൻ റോയ് സഹോദരൻ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഒക്കെ പോക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. നമ്മളൊക്കെ ഭയങ്കര ഭക്തന്മാരാന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളങ്ങനെ ശരിയാണ് എന്നുള്ള രീതിയിൽ നോക്കുക. ദൈവം നമ്മളെ ഏതെങ്കിലും നിലകളിൽ അനുഗ്രഹിച്ചുവെങ്കിൽ, എന്തെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള പ്രാപ്തി സ്വർഗത്തിൽ ദൈവം നമുക്ക് തന്നെങ്കിൽ, ദൈവത്തിന് വചനം പറയാനുള്ള ആ ഒരു പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് സമ്മതിച്ച് വിനയപ്പെടുവാൻ അത് നമ്മൾ മനസ്സിൽ വയ്ക്കണം. അല്ലാതെ നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമ്മളൊക്കെ അപ്പസ്തലനായ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും ഭാഷണയിൽ ഹോമോയോ ആന്ത്രപ്പോസ് അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ച്, ഞങ്ങളൊക്കെ നിങ്ങളോട് സമാനമായിരിക്കുന്ന മനുഷ്യരാണ്, അതേപോലെ തന്നെയുള്ള മാംസവും രക്തവും നിങ്ങളെപ്പോലെ തന്നെയുള്ള സാധാരണ മനുഷ്യരാണ് എന്നാണ് അപ്പസ്തലനായ പൗലോസും ബർന്നബാസും പറഞ്ഞത്. അവർ ഒരർത്ഥത്തിൽ പറയും അസാധാരണമായ കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ആ ബഹുമാനം സ്വീകരിക്കാനായിട്ട് അവർ ഒരിക്കലും മനസ്സ് വെച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് ദൈവം തന്നെയാണ് മഹത്വത്തിന് അർഹനെന്ന് വിശ്വസിക്കുന്ന, ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ദൈവം നമ്മളെ ഏതെങ്കിലും നിലയിൽ ഉപയോഗിച്ചെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ചില ഔദാര്യം തന്നെങ്കിൽ അത് ദൈവത്തിന് മഹത്വം കൊടുക്കാറുള്ളൂ. നമുക്കെല്ലാവർക്കും പരീക്ഷയുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പരസ്യപ്പെടുത്തി അതിൻ്റെ ഒരു ബഹുമാനം നമുക്ക് വേണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പൊങ്ങച്ചം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. അത് വിഗ്രഹാരാധനയായി രൂപപ്പെടാം, അത് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടത് ആവശ്യമാണ്. നന്നായി പാടാൻ കഴിയുന്ന ആളുകൾ ദൈവത്തിന് സ്തോത്രം. അത് കഴിയുമ്പോൾ എന്തിനാണ് ദൈവത്തിന് സ്തോത്രം. ഞാൻ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ആളിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ജോൺ സ്റ്റോട്ടിന് കൈ കൊടുക്കാൻ പറ്റി. അദ്ദേഹം കൂടിയ ആളാണ് കേട്ടോ, ബില്ലി ഗ്രഹാമിനെ പോലെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, മാരാമൺ കൺവെൻഷന് ഉള്ള പ്രസംഗമാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെന്നാന്നോ സാറെന്നാന്നോ ഞാൻ വിളിച്ചത് ഞാൻ ഓർക്കുന്നില്ല, എന്തോ പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതികരണം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്രദർ, ഈസ് നോട്ട് ദ ഗോസ്പൽ വണ്ടർഫുൾ? സുവിശേഷം അത്ഭുതകരമായ കാര്യമല്ലേ? അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു കേട്ടോ. അത്രയും വ്യക്തമായി സുവിശേഷം പറയുന്ന വേറൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അത്രയും നല്ല പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്. ആ പ്രസംഗം പുള്ളി അങ്ങ് മാറിക്കൊടുത്തു. അതിൻ്റെ പ്രശംസ സ്വീകരിക്കാൻ മനസ്സ് വെച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിസ്തുല്യമായ ഒരു പ്രസംഗമായിരുന്നു, അത് കൂടിയ പ്രസംഗമാണെന്നുള്ളത് സമ്മതിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചില്ല. എസ് ലൂയിസ് ജോൺസൺ പറയുന്നൊരു പ്രസംഗമുണ്ട് കേട്ടോ. എസ് ലൂയിസ് ജോൺസൺ അദ്ദേഹത്തോട് ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന അതിൻ്റെ പ്രതികരണമുണ്ട്. പറയും, ബ്രദർ, വാസ് നോട്ട് ദാറ്റ് എ ഗ്രേറ്റ് പാസേജ്? സഹോദര, ആ വേദഭാഗം എന്തൊരു അത്ഭുതകരമായ വേദഭാഗമാണ് അല്ലേ? എൻ്റെ പ്രസംഗം മെച്ചമായതിൻ്റെ കാരണം അത്രയും മെച്ചമായിരിക്കുന്ന വേദഭാഗത്തെ അധികരിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളത് കൊണ്ടാണ്.
ഈസ് ദാറ്റ് നോട്ട് പോർഷൻ ഓഫ് ദ സ്ക്രിപ്ചർ വണ്ടർഫുൾ? എത്ര അതിശയകരമായിരിക്കുന്ന വേദഭാഗമായിരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കുവാൻ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് എന്ന് ചിന്തിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹം. അങ്ങനെ 4 കാര്യങ്ങൾ ഞാൻ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു. അത്ഭുതങ്ങൾ ആദ്യകാലങ്ങളിൽ സംഭവിച്ചതുപോലെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടില്ല. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ അങ്ങ് പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ നടന്നിട്ടില്ല കേട്ടോ. അത്ഭുതങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ നടന്നിട്ടില്ല. അബ്രഹാം എത്ര അത്ഭുതം ചെയ്തു? ഞാൻ വിചാരിക്കുന്നു ഇസഹാക്കിനെ കൊല്ലാനായിട്ട് ചെന്നപ്പം ദൈവം പറഞ്ഞു, മോനെ അബ്രഹാമേ നീ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ആ പ്രസ്താവന ഏതായാലും അത്ഭുതകരമായിരിക്കുന്ന പ്രസ്താവന, സംശയമില്ല. പിന്നെ ഏതാണ്ട് അതൊക്കെ ഉള്ളൂ അല്ലേ, ഏതാണ്ട് അതൊക്കെ ഉള്ളൂ. അബ്രഹാം ഒരുപാട് അത്ഭുതം ചെയ്ത ഒരാളല്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് മോശയാണ്. മോശയും ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുന്ന ആ കാലഘട്ടം, അത്ഭുതങ്ങളുടെ പുറകെ അത്ഭുതമില്ലേ, എന്തോരം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ചെങ്കടലിനെ വിഭാഗിക്കുന്നു, എന്തൊരു പരിപാടിയാണ്. അതിനുശേഷം അവർ കനാൻ നാട്ടിൽ ചെന്നു കേട്ടോ. വലിയ അത്ഭുതങ്ങളൊന്നും പിന്നെ എവിടെയെങ്കിലും ഇല്ല. മന്ന നിന്നു, അവർ അധ്വാനിച്ചെങ്കിലേ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ, ആ സ്ഥിതി വന്നു. പിന്നീട് നമ്മൾ അത്ഭുതങ്ങൾ കാണുന്നത് ഏലിയ, ഏലിശ പ്രവാചകന്മാരുടെ കാലത്താണ്. പ്രത്യേകമായ രീതിയിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നൊരു കാലഘട്ടമാണത്. അതിനുശേഷം കർത്താവും അപ്പസ്തലന്മാരുമാണ് അതിനുശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും ദൈവം ഒരുപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബൈബിളിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതങ്ങൾ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ദൈവം ഒതുക്കി നിർത്തിയിട്ടുണ്ട് പ്രത്യേകമായി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലങ്ങളും അത്ഭുതങ്ങൾ നടക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തലന്മാരും കർത്താവിനെയും കാലങ്ങളിൽ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ റോയ് പോൾ സഹോദരൻ്റെയൊക്കെ ഭാഷയിൽ ഞാൻ പറയാം, നമ്മുടെ ഇടയിൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കാത്തതിൽ നമ്മളുടെ അവിശ്വാസവും പ്രതീക്ഷക്കുറവും ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ദൈവം കൂടുതൽ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ, ദൈവം നമ്മളെ അത്ഭുതകരമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ മനസ്സില്ല എന്ന ഒരു പ്രശ്നവും നമുക്കുണ്ട്. അത് ശരിയാണ്. എന്നാൽ ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വളരെ ആവശ്യമായ കാര്യമാണ്. ആദ്യ നൂറ്റാണ്ടിലെ പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അതിപ്പം ഞങ്ങൾ ചെയ്യും, ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത് അത് വെറുതെ പറയുന്നതാണ്. അങ്ങനെയൊന്നും നടക്കുന്നില്ല. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളും എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനതിനെ എല്ലായ്പ്പോഴും അനുമോദിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ മനസ്സുള്ള ആളാണ്. എന്നാൽ ഞാനിപ്പോൾ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാമെന്നു എന്നുള്ള വിചാരം എനിക്കില്ല. അങ്ങനെ സംഭവിക്കുമെന്നുള്ള വിചാരവും എനിക്കില്ല. അതിന് കാരണം ചില കാലഘട്ടങ്ങളിൽ ദൈവം പ്രത്യേകമായി പ്രവർത്തിക്കുവാൻ ചില കാലഘട്ടങ്ങളെ ദൈവം ആ നിലയിൽ ഉപയോഗിച്ചു എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ അവസാനിപ്പിക്കാൻ എനിക്കൊരു പോയിൻ്റ് കൂടെ ഉണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. കാരണം പറഞ്ഞാൽ എൻ്റെ പ്രസംഗം നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇത് പറഞ്ഞ കാര്യം ഞാനൊന്നുകൂടെ പറയാം. കർത്താവിനെ അറിയുന്നത് അത്ഭുതകരമായിരിക്കുന്നൊരനുഭവമല്ലേ? കർത്താവിനെ അറിയുന്നത് അത്ഭുതകരമായൊരു കാര്യമല്ലേ? കർത്താവുമായി സന്ധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത്ഭുതകരമായ രൂപാന്തരം ദൈവം വരുത്തുന്നു. നമ്മുടെ ചിന്തയിലും ആഗ്രഹങ്ങളിലും താല്പര്യങ്ങളിലും ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലും ബന്ധങ്ങളിലും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യതിയാനപ്പെടുത്തുന്നു. അത് നമുക്ക് അനുഭവമാക്കേണ്ട, നമ്മൾ ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി നമ്മളെ നോക്കി നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സുവിശേഷത്തിൻ്റെയും കർത്താവിൻ്റെയും പ്രത്യേകതയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല. ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നാൽ വർത്തമാനകാലത്ത് കൂടുതൽ മാനുഷിക മുഖാന്തരങ്ങളും ഉത്തരവാദിത്വങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുവാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങളെ കാണാനുള്ളതായിരിക്കുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. ദൈവം നമ്മളെ ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഹങ്കരിക്കരുത്. അത് ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരമായിട്ട് തന്നെ നമ്മൾ വിചാരിക്കണം. ദൈവത്തിന് മാത്രമുള്ള അവകാശങ്ങളും ആരാധനയും
നമ്മളാരും കൈകടത്തുവാൻ പാടില്ല. അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പരിതാപകരമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങൾക്ക് അസാധ്യമായതൊക്കെയും ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, സുവിശേഷത്താൽ അവിടുന്ന് സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തേക്ക് സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കും, എല്ലാ സാഹചര്യങ്ങൾക്കും, സാധ്യതകൾക്കും നന്ദി പറയുന്നു കർത്താവേ. എന്നാൽ അതൊന്നും ഞങ്ങളുടെ സ്വന്തമെന്ന് വിചാരിച്ച് അഹങ്കരിക്കുകയോ ദൈവത്തോട് നന്ദികേട് കാണിക്കുകയോ ചെയ്യാതെ ഭക്തിയുള്ള ദൈവമനുഷ്യരായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.